ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദംസ് വ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പഠിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഗൈസ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ജാക്വാലൂം വരെ പറഞ്ഞു നിർത്തി ഗൈസ്. അപ്പോൾ ഇന്നലെ പറഞ്ഞത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഞാൻ അർത്ഥം സഹിതമാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ നമുക്കിനി ഡിഫറൻസ് എഞ്ചിൻ തൊട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കിനി അത് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുവാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഡിഫറൻസ് എഞ്ചിൻ. ഇത് കണ്ടോ ഗൈസ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇൻ ദ ക്രിയേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വാസ് മെയ്ഡ് ബൈ മാത്തമാറ്റിക് പ്രൊഫസർ ചാൾസ് ബാബേജ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഗൈസ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ് ഗൈസ്. അപ്പോൾ അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ ഹി ഡ്രീംഡ് ഓഫ് റിമൂവിങ് ദ ഹ്യൂമൻ എലമെൻറ്റ് ഫ്രം ദ കാൽക്കുലേഷൻ. എന്ന് പറഞ്ഞാൽ കണക്കുകൂട്ടലുകൾ യന്ത്രങ്ങളിൽ മനുഷ്യൻ്റെ ഇടപെടൽ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നതായിരുന്നു ബാബേജിൻ്റെ സ്വപ്നം. അതാണ് ഗൈസ് ഇപ്പം ഞാൻ പറഞ്ഞ വാക്കിനെ പറ്റി പറയുന്നത്, ഇംഗ്ലീഷിൻ്റെ മലയാളം. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി റിയലൈസ്ഡ് ദാറ്റ് ഓൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ക്യാൻ ബി ബ്രോക്കൺ അപ്പ് ഇൻ ടു സിമ്പിൾ ഓപ്പറേഷൻ വിച്ച് ആർ കോൺസ്റ്റൻ്റ്ലി റിപ്പീറ്റഡ് ആൻഡ് ദിസ് ഓപ്പറേഷൻ കുഡ് ബി ക്യാരിഡ് ഔട്ട് ബൈ ആൻ ഓട്ടോമാറ്റിക് മെഷീൻ. എന്ന് പറഞ്ഞാൽ അതായത് ഗായ്സ് വലിയ ശാസ്ത്രക്രിയകളെ ചെറിയ ഓപ്പറേഷനുകളായി വിഭജിച്ച് ഓട്ടോമാറ്റിക് യന്ത്രത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ നിർദ്ധാരണം ചെയ്യുന്ന രീതിയായിരുന്നു അദ്ദേഹം ആസൂത്രണം ചെയ്തതെന്നാണ് പറയുന്നത് ഗായ്സ്. അദ്ദേഹം തയ്യാറാക്കിയത് ഒരു ഡിഫറൻസ് എഞ്ചിനായിരുന്നു ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. വീണ്ടും ഹി ഡ്രീംഡ് റിമൂവിങ് ദ ഹ്യൂമൻ എലമെൻറ്റ് ഫ്രം ദ കാൽക്കുലേഷൻ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ യന്ത്രങ്ങളിൽ മനുഷ്യൻ്റെ ഇടപെടൽ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നതായിരുന്നു ബാബേജിൻ്റെ സ്വപ്നം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി റിയലൈസ്ഡ് ദാറ്റ് ഓൾ മാത്തമാറ്റിക് കാൽക്കുലേഷൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു സിമ്പിൾ ഓപ്പറേഷൻ വിച്ച് ആർ കോൺസ്റ്റൻ്റ്ലി റിപ്പീറ്റഡ് ദിസ് ഓപ്പറേഷൻ കുഡ് ബി ക്യാരിഡ് ഔട്ട് ബൈ ഓട്ടോമാറ്റിക് മെഷീൻ. Charles Babbage started working on a difference engine could be perform arithmetic calculation and print the result automatically. In 1822, Babbage invented the difference engine to compile mathematical tables. On completing in this received idea of better machine that could perform not just one mathematical task but എനി കൈൻഡ് ഓഫ് കാൽക്കുലേഷൻ. എന്ന് പറഞ്ഞാൽ വലിയ ഗണിതശാസ്ത്ര ക്രിയകളെ ചെറിയ ഓപ്പറേഷനുകളായി വിഭജിച്ച് ഒരു ഓട്ടോമാറ്റിക് യന്ത്രത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ നിർദ്ധാരണം ചെയ്യുന്ന രീതിയായിരുന്നു അദ്ദേഹം ആസൂത്രണം ചെയ്തത്. അങ്ങനെയാണ് പറയുന്നത്. ആദ്യം അദ്ദേഹം തയ്യാറാക്കിയത് ഡിഫറൻസ് എഞ്ചിനായിരുന്നു. അതാണ് ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിന് ഗണിതക്രിയകൾ ചെയ്യാനും ഫലം പ്രദർശിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതായത് ഗണിതശാസ്ത്രത്തിലെ സംഭവത്തിൽ അതിൻ്റെ ഫലം കണ്ടുപിടിക്കാനായിട്ട് ചാൾസ് ബാബേജ് ചെയ്തേക്കുന്ന ഡിഫറൻസ് എഞ്ചിനിൽ സാധിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിന് പിന്നെ ഗണിത പട്ടികകൾ സമാഹരിക്കാൻ 1822 ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ തയ്യാറാക്കിയത്. മനസ്സിലായോ? അതായത് 1822 ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ തയ്യാറാക്കിയതെന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഗണിതപ്പട്ടികൾ സമാഹരിക്കാൻ 1822 ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ തയ്യാറാക്കി. പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ യന്ത്രത്തിൻ്റെ നിർമ്മാണത്തോടുകൂടി ഏതു തരം കണക്കുകൂട്ടലുകളും ചെയ്യാൻ ശേഷിയുള്ള ഒരു പുതിയ യന്ത്രത്തിൻ്റെ ആശയം ബാബേജ് മനസ്സിൽ രൂപീകരിച്ചു ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബേജ് ഇത് കണ്ടുപിടിച്ചോടുകൂടി അടുത്ത സംഭവം കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഒരു അടുത്ത എന്തെങ്കിലും സംഭവം, അതായത് കാൽക്കുലേഷനും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അതാ അദ്ദേഹം കണ്ടുപിടിച്ചത് ഗൈസ്. ഇനി അതിൻ്റെ ഫോട്ടോ ഈ കിടക്കുന്നതാണ് ഗൈസ്.
ടെക്സ്റ്റ് ബുക്കിൽ അത്രയും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല ഗൈസ്. ചാൾസ് ബാബേജ് 1791 1871 അതിൻ്റെ ഡിഫറൻസ് എഞ്ചിൻ അതിൻ്റെ പിക്കാണ് ഗൈസ് ഈ കൊടുത്തേക്കുന്നത്. നിങ്ങൾ +1 പഠിക്കുമ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് എഞ്ചിൻ. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഗൈസ്. The first step towards the creation of computers was made by mathematical professor Charles Babbage. He dreamed removing the human element from the calculation. He realized that all mathematical calculation can be broken up into simple operations, which are constantly repeated. The operation could be carried out by an automatic machine. Charles Babbage started working on a difference engine that could perform arithmetic calculation and print result automatically. In 1822, Babbage invented the difference engine to compile mathematical tables. Completing it, he conceived the idea of better machine that could perform not just one mathematical task but any kind of calculation. അപ്പോൾ അതൊന്നുകൂടെ പറഞ്ഞുതരാം. കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിലുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തിയത് ചാൾസ് ബാബേജ് ആണെന്ന് നിങ്ങൾക്കറിയാം. കൂട്ടൽ യന്ത്രങ്ങളിൽ മനുഷ്യൻ്റെ ഇടപെടൽ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നതായിരുന്നു ബാബേജിൻ്റെ സ്വപ്നം ഗൈസ്. പിന്നെ പറയാനുള്ളത് വലിയ ഗണിതശാസ്ത്ര ക്രിയകളെ ചെറിയ ഓപ്പറേഷനുകളായി വിഭജിച്ച് ഒരു ഓട്ടോമാറ്റിക് യന്ത്രത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ നിർദ്ധാരണം ചെയ്യുന്ന രീതിയായിരുന്നു അദ്ദേഹം ആസൂത്രണം ചെയ്തത്. ആദ്യം അദ്ദേഹം തയ്യാറാക്കിയത് ഒരു ഡിഫറൻസ് എഞ്ചിനായിരുന്നു ഗൈസ്. പിന്നെ അതിന് ഗണിതക്രിയകൾ ചെയ്യാനും ഫലം പ്രദർശിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഗണിതപ്പട്ടികകൾ സമാഹരിക്കാൻ 1822 ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ തയ്യാറാക്കിയത്. ഈ യന്ത്രത്തിൻ്റെ നിർമ്മാണത്തോടുകൂടി ഏത് തരം കണക്ക് കൂട്ടലുകളും ചെയ്യാൻ ശേഷിയുള്ള ഒരു പുതിയ യന്ത്രത്തിൻ്റെ ആശയം ബാബേജ് മനസ്സിൽ രൂപീകൃതമാക്കി ഗൈസ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുന്നതായിരിക്കും ഗൈസ് കുറച്ചും കൂടി എളുപ്പം. ഇനി പറയാനുള്ളത് അനലൈറ്റിക്കൽ എഞ്ചിനാണ് ഗൈസ്. അനലൈറ്റിക്കൽ എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ചാൾസ് ബാബേജ് സ്റ്റാർട്ടഡ് ഡിസൈൻ ഓൺ അനലൈറ്റിക്കൽ എഞ്ചിൻ. ഇത് ചാൾസ് ബാബേജ് ഡിസൈൻ ചെയ്ത എഞ്ചിനാണെന്നാണ് പറയുന്നത് ഗൈസ്. ദ റിയൽ പ്രീഡെസസർ ഓഫ് ദ മോഡേൺ ഡേ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പ്രീഡെസസർ എന്ന് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചർമാരോടൊന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും ഗൈസ്. ഞാനിപ്പോൾ പറയുന്നത് പ്രീഡെസസർ എന്നാണ് ഗൈസ്. പ്രെഡെസസർ എന്നാണോ എന്ന് നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കണം ഗൈസ്. അതെനിക്കും ഡൗട്ടുണ്ട് ഗൈസ്. ഓക്കെ. ഓഫ് ദ മോഡേൺ ഡേ ഓഫ് കമ്പ്യൂട്ടർ അനലൈറ്റിക്കൽ എഞ്ചിൻ മാർക്സ് ദ ഡെവലപ്മെൻറ്റ് ഫ്രം ദ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ജനറൽ പർപ്പസ് computation. The analytical engine has many features found in the modern digital computer. The engine had store memory where number and intermediate result could be stored and separate mill processor where arithmetic process could be performed. Its input output device were in the form of punched cards containing instruction. This instruction were written by Babbage's assistant Augusta the King, the first programmer in the world. Guys, first programmer പേരാണ് ഗൈസ് ആ കൊടുത്തേക്കുന്നത്. Augusta the King, the first programmer in the world. Owing to the lack of technology at that time, the analytical engine was never built, but Babbage established the basic principles on which today modern computer works എന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. ചാൾസ് ബാബേജ് ഗ്രേറ്റ് ഇൻവെൻഷൻസ് ദ ഡിഫറൻസ് എഞ്ചിൻ ആൻഡ് ദ അനലൈറ്റിക് എഞ്ചിൻ ഈൻഡ് ചാൾസ് ബാബേജ് എ ടൈറ്റിൽ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പൂർവ്വകാല രൂപമായ അനലൈറ്റിക്കൽ എഞ്ചിൻ തയ്യാറാക്കുന്ന പ്രവർത്തനം 1833 ചാൾസ് ബാബേജ് തുടങ്ങിയത്. സാധാരണ ഗണിത ക്രിയകൾ പരിഹരിക്കുന്നതിൽ നിന്നും പൊതു ആവശ്യത്തിനു വേണ്ടിയുള്ള കണക്കുകൂട്ടലുകൾ നടത്തുന്നതിലേക്കുള്ള കമ്പ്യൂട്ടിംഗ് യന്ത്രങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നതായിരുന്നു ഇത്.
ഈ യന്ത്രത്തിൽ ഇന്നത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിലെ പല ഘടകങ്ങളും ഒത്തുചേർന്നിരിക്കുന്നു ഗൈസ്. ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ പല ഘടകങ്ങളും ഇതിൽ ഒത്തുചേർന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ പറയാനാണെങ്കിൽ ഗായ്സ് സംഖ്യകളും പ്രവർത്തനങ്ങളും ഫലങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നു ഗൈസ്. മിൽ എന്നറിയപ്പെടുന്ന പ്രോസസ്സാണ് ഇതിൽ ഗണിതകൃതികൾ ചെയ്തിരിക്കുന്നത് ഗൈസ്. മിൽ ഇതിനകത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപാധികൾ നിർദ്ദേശങ്ങൾ അടങ്ങിയ പഞ്ചഡ് കാർഡ്സ് രൂപത്തിലായിരുന്നു. അത് ജാക്കാലൂമിലും പറയുന്നുണ്ട് ഗൈസ്, പഞ്ചഡ് കാർഡ്സിൻ്റെ രൂപത്തിലായിരുന്നു എന്ന്. നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് ബാബേജിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന അഗസ്റ്റ ആഡ കിങ് ആയിരുന്നു. അങ്ങനെ അഗസ്റ്റ ആഡ കിങ് ലോകത്തെ ആദ്യത്തെ പ്രോഗ്രാമറായി അറിയപ്പെട്ടു ഗൈസ്. ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമറാണ് ഗൈസ് അഗസ്റ്റ ആഡ കിങ്. ലോകത്തെ ആദ്യത്തെ പ്രോഗ്രാമായിരുന്നു. അന്നത്തെ സാങ്കേതിക വിദ്യയുടെ കുറവ് മൂലം അനലിറ്റിക്കൽ എഞ്ചിൻ പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടിരുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടിരുന്നില്ല ഗൈസ്. ഒരു മാതൃകയും കമ്പ്യൂട്ടർ നിർമ്മാണത്തിനുള്ള എല്ലാ തത്വങ്ങളും ബാബേജ് തയ്യാറാക്കി ഗൈസ്. ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടുത്തം ചാൾസ് ബാബേജിന് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന ബഹുമതി നേടിക്കൊടുത്തു ഗൈസ്. അതാണ് ഗൈസ് അനലൈറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഗൈസ്. അനലൈറ്റിക്കൽ എഞ്ചിൻ ഇതാണ് ഗൈസ് അതിൻ്റെ പിക്ക്. മോഡേൺ ഓഫ് അനലൈറ്റിക്കൽ എഞ്ചിൻ. ഇത് ഏകദേശം ജാക്വാലൂമിൻ്റെ ആ സംഭവം പോലത്തെ തന്നെയാണ് ഗൈസ്. കണ്ടുപിടിച്ച് വന്ന ഇപ്പോൾ ഇതുപോലത്തെ ആയി ഗൈസ്. അതാണ് അനലൈറ്റിക്കൽ എഞ്ചിൻ. ഓക്കെ ഗൈസ്, ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഗൈസ്. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അനലൈറ്റിക്കൽ എഞ്ചിൻ in 1833 Charles Babbage started design the analytical engine, the real process of modern day computers. Analytical engine marks the development from the arithmetic calculation to general purpose computation, and analytical engine has many features found in the modern digital computer. The engine had store memory where number and intermediate result could be stored and a separate mill processor എന്നാണ് ഗൈസ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. where arithmetic process could be performed. Its input output device were in the form of punched cards containing instruction. This instruction were written by Babbage's assistant Augusta Ada King, the first programmer in the world. Owing to the lack of technology at that time, the analytical engine was never built, but Babbage established the basic principles on which today modern computer works. Charles Babbage's great invention, the difference engine and the analytical engine, earned Charles Babbage a title father of computers guys. എന്ന് പറഞ്ഞാൽ ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പൂർവ്വകാല രൂപമായ അനലിറ്റിക്കൽ എഞ്ചിൻ തയ്യാറാക്കുന്ന പ്രവർത്തനം 1833 ചാൾസ് ബാബേജ് തുടങ്ങിയത്. സാധാരണ ഗണിതക്രിയകൾ പരിഹരിക്കുന്നതിൽ നിന്നും പൊതു ആവശ്യത്തിനു വേണ്ടിയുള്ള കണക്കുകൂട്ടലുകൾ നടത്തുന്നതിലേക്കുള്ള കമ്പ്യൂട്ടിംഗ് യന്ത്രങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നതായിരുന്നു ഇത്. ഈ യന്ത്രത്തിൽ ഇന്നത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ പല ഘടകങ്ങളും ഒത്തുചേർന്നിരിക്കുന്നു. ഇതിൽ സംഖ്യകളും പ്രവർത്തന ഫലങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നു. മിൽ എന്നറിയപ്പെടുന്ന പ്രോസസ്സാണ് ഇതിൽ ഗണിതക്രിയകൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപാധികൾ നിർദ്ദേശങ്ങൾ അടങ്ങിയ പഞ്ചഡ് കാർഡ്സ് രൂപത്തിലായിരുന്നു. നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് ബാബേജിൻ്റെ അസിസ്റ്റൻ്റായ അഗസ്റ്റ ആഡ കിങ് ആയിരുന്നു. അങ്ങനെ അഗസ്റ്റ ആഡ കിങ് ലോകത്തെ ആദ്യത്തെ പ്രോഗ്രാമറായി അറിയപ്പെട്ടു ഗൈസ്. അന്നത്തെ സാങ്കേതികവിദ്യയുടെ കുറവ് മൂലം അനലിറ്റിക്കൽ എഞ്ചിൻ പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. ഒരു മാതൃകയും കമ്പ്യൂട്ടർ നിർമ്മാണത്തിനുള്ള എല്ലാ തത്വങ്ങളും ബാബേജ് തയ്യാറാക്കി. ഡിഫറൻസ് എഞ്ചിൻ്റെയും അനലിറ്റിക്കൽ എഞ്ചിൻ്റെയും കണ്ടുപിടുത്തം ചാൾസ് ബാബേജിന് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നായിട്ട് ബഹുമതി നേടിക്കൊടുത്തു ഗൈസ്. അതാണ് അനലൈറ്റിക്കൽ എഞ്ചിൻ ഗൈസ്. ഇനി ഹോളറത്തിൻ്റെ യന്ത്രം, ഹോളറെക്സ് മെഷീനിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ അനലൈറ്റിക്കൽ എഞ്ചിൻ ഇതാണ് ഗൈസ്. അതിൻ്റെ പിക്കാണ് ഈ കൊടുത്തേക്കുന്നത്. എ മോഡൽ ഓഫ് അനലൈറ്റിക്കൽ എഞ്ചിൻ. എല്ലാവരും കണ്ടു എന്നും വിശ്വസിക്കുന്നു ഗൈസ്. ഇനി പറയാനായിട്ട് ഉള്ളത് അടുത്തത്
പറഞ്ഞ പോലെ തന്നെ ഹോളറിറ്റ്സ് മെഷീൻ. ഇൻ 1887 an American named Herman Hollerith fabricated in the first electromechanical punch cards tabulator that used punch cards for input, output and instruction. The card holes on them in the particular pattern, having special machine for each kind of data. In 1880s, the US Census Bureau had huge amount of data to tabulate. It would take at least 10 years to analyze population statistics manually. Herman Hollerith's greatest breakthrough was his use the electricity to read, count and short punched cards whose holes represented data. His machine were able to accomplish the task in 1 year. In 1896, Hollerith started the Tabulating Machine Corporation, which after series of mergers became International Business Machine IBM Corporation in 1924. എന്ന് പറഞ്ഞാൽ ഗായ്സ് പറഞ്ഞുതരാം ഗായ്സ്. 1887 അമേരിക്കക്കാരനായ ഹെർമൻ ഹോളറിത്ത് ഒരു ഇലക്ട്രോമെക്കാനിക്കൽ പഞ്ചർ കാർഡ് ടാബുലേറ്റർ നിർമ്മിച്ചു. ഈ യന്ത്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ നൽകാനും ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കും പഞ്ചർ കാർഡാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ കാർഡിൻ്റെ സുഷിരങ്ങൾ ഒരു പ്രത്യേക മാതൃകയിൽ നൽകി വിവിധ തരം ഡാറ്റയ്ക്ക് രൂപം നൽകി. 1880 അമേരിക്കൻ സെൻസസ് ബ്യൂറോ US സെൻസസ് ബ്യൂറോയ്ക്ക് ധാരാളം ഡാറ്റ പട്ടികപ്പെടുത്തുവാനും വിശകലനം ചെയ്യുവാനുമായിരുന്നു വിവിധ തരം ഡാറ്റയ്ക്ക് രൂപം നൽകി. 1880 അമേരിക്കൻ സെൻസസ് ബ്യൂറോയ്ക്ക് ധാരാളം ഡാറ്റ പട്ടികപ്പെടുത്തുവാനും വിശകലനം ചെയ്യാനുമുണ്ടായിരുന്നു. മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ 10 വർഷത്തോളം എടുക്കുന്ന ഈ ജോലി 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഹോളറിത്ത് യന്ത്രത്തിന് കഴിഞ്ഞു. ഈ യന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ അത് വൈദ്യുതി ഉപയോഗിച്ച് പഞ്ചക്കാട്ട് വയ്ക്കുകയും എണ്ണുകയും തരംതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 1896 ഹോളറിത്ത് ടാബുലേറ്റർ മെഷീൻ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് രൂപം കൊടുത്തു. തുടർച്ചയായ ലയനങ്ങൾക്ക് ശേഷം 1924 ഈ കമ്പനി IBM ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ ആയി മാറുകയും ചെയ്തു ഗൈസ്. അങ്ങനെയാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗൈസ്. നിങ്ങളിത് പൗസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഗൈസ്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഗൈസ്. ഇൻ 1887 an American named Herman Hollerith fabricated in the first electromechanical punched cards tabulator that used punched cards for input, output and instruction. The card had holes on them particular pattern, having special meaning for each kind of data. In 1880s, the US Census Bureau had huge amount of data tabulate in the world take at least 10 years to analyze population statistics manually. Herman Hollerith's greatest breakthrough was his use of electricity to read, count and short punched cards whose holes represented data. His machine were able to accomplish the task in 1 year. Okay. In 1896, Hollerith started Tabulating Machine Corporation, which after series mergers become International Business Machine IBM. നിങ്ങൾ വിചാരിക്കും ഈ IBM കമ്പനിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലായിരിക്കും ഗൈസ്. ടീച്ചറിനോട് ചോദിക്കുക ഗൈസ്. IBM ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ് ഗൈസ്. നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കുക IBM കമ്പനിയാണെന്ന് വിചാരിക്കും ഗൈസ്. IBM കമ്പനി അല്ല ഗൈസ്. IBM കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടോ ഗൈസ്? എനിക്കറിയാൻ പാടില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ മലയാളം പറഞ്ഞില്ലല്ലോ. മലയാളം പറഞ്ഞുതരാം ഗൈസ്, അർത്ഥം പറഞ്ഞുതരാം. 1887 അമേരിക്കക്കാരനായ ഹെർമൻ ഹോളറിത്ത് ഒരു ഇലക്ട്രോമെക്കാനിക്കൽ പഞ്ചഡ് കാർഡ് ടാബുലേറ്റർ നിർമ്മിച്ചു.
ഈ യന്ത്രത്തിൽ നിർദ്ദേശങ്ങൾ നൽകാനും ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്ക് പഞ്ചർ കാർഡ് ഉപയോഗിച്ചിരുന്നു. കാർഡിൽ സുഷിരങ്ങൾ ഒരു പ്രത്യേക മാതൃകയിൽ നൽകി വിവിധ തരം ഡാറ്റയ്ക്ക് രൂപം നൽകി. 1880 അമേരിക്കൻ സെൻസസ് ബ്യൂറോയ്ക്ക് ധാരാളം ഡാറ്റ പട്ടികപ്പെടുത്തുവാനും വിശകലനം ചെയ്യുവാനും ഉണ്ടായിരുന്നു. മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ 10 വർഷത്തോളം എടുത്തിരുന്ന ജോലി 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഹോളറിത്തിൻ്റെ യന്ത്രത്തിന് കഴിഞ്ഞു. ഈ യന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ അത് വൈദ്യുതി ഉപയോഗിച്ച് പഞ്ചർ കാർഡ് വായിക്കുകയും എണ്ണുകയും തരംതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 1896 ഹോളറി ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് രൂപം കൊടുത്തു. തുടർച്ചയായ ലയനങ്ങൾക്ക് ശേഷം 1924 ഈ കമ്പനി IBM ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീനായി മാറുകയും ചെയ്തു ഗൈസ്. അതാണ് ഗൈസ് ഇതിൻ്റെ മീനിങ്, ഹോളറൈറ്റ് മെഷീൻ. ഇനി അടുത്തത് മാർക്ക് 1. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് 1 എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ തന്നെയാണ് ഗൈസ്. അതൊരു മെഷീൻ തന്നെയാണ് ഗൈസ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇൻ 1944 ഹൊവാർഡ് ഐക്കൻ ഇൻ കൊളാബറേഷൻ വിത്ത് എഞ്ചിനീയേഴ്സ് അറ്റ് IBM കൺസ്ട്രക്റ്റഡ് ലാർജ് ഓട്ടോമാറ്റിക് ഇലക്ട്രോമെക്കാനിക്കൽ കമ്പ്യൂട്ടേഴ്സ്. ഐക്കൻസ് മെഷീൻ കാൾഡ് ദ ഹാർവാർഡ് മാർക്ക് 1 എന്നാണോ I ആണോ എന്ന് അറിയത്തില്ലല്ലോ ഗൈസ്. അത് ബേസ്ഡ് ഓൺ ബാബേജ് അനലിറ്റിക്കൽ എഞ്ചിൻ ഹാൻഡിൽഡ് 23 decimal place numbers and could perform all 4 arithmetic operation. It was programmed to handle logarithm and trigonometric function using Mark 1. 2 numbers could be added in the 3 to 6 seconds for input and output. It used paper tape, readers card, punched and typewriters. എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം ഗായ്സ്. 1944 ഹൊവാർഡ് ഐക്കൻ IBM കമ്പനിയിലെ എഞ്ചിനീയർമാരായി ചേർന്ന് ഒരു വലിയ ഇലക്ട്രോമെക്കാനിക്കൽ കമ്പ്യൂട്ടർ നിർമ്മിച്ചു ഗൈസ്. ഈ യന്ത്രം ഹാർവാർഡ് മാർക്ക് 1 എന്നറിയപ്പെട്ടു. ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തനം ബാബേജിൻ്റെ അനലിറ്റിക്കൽ എഞ്ചിൻ്റെ ചൂട് പിടിച്ചായിരുന്നു. 23 സ്ഥാനങ്ങളുള്ള സംഖ്യകളുടെ 4 വശത്തിലുള്ള ഗണിതക്രിയകൾ ചെയ്യാൻ ഈ യന്ത്രത്തിന് കഴിവുണ്ടായിരുന്നു ഗൈസ്. ലോഗരിതവും ത്രികോണമിതി ക്രിയകളും ചെയ്യാവുന്ന തരത്തിൽ ഈ യന്ത്രത്തെ പ്രോഗ്രാം ചെയ്തിരുന്നു. മാർക്ക് 1 ഉപയോഗിച്ച് 2 സംഖ്യകൾ കൂട്ടാൻ ഏകദേശം 3 മുതൽ 6 സെക്കൻഡ് വരെ സമയമെടുത്തിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ യന്ത്രം പേപ്പർ ടേപ്പ്, റീഡർ കാർഡ്, പഞ്ച്, ടൈപ്പ്റൈറ്റർ എന്നിവ ഉപയോഗിച്ചിരുന്നു. ഈ യന്ത്രം പേപ്പർ ടേപ്പ്, കാർഡ്, പഞ്ച്, ടൈപ്പ്റൈറ്റർ എന്നിവ ഉപയോഗിച്ചിരുന്നു ഗൈസ്. സംഭവം ഷോർട്ടാണെങ്കിൽ ഇതിൻ്റെ പറഞ്ഞു തരുമ്പോൾ മലയാളം കുറേ ഉണ്ട് ഗൈസ്. ഇത് ഞാൻ ട്യൂഷന് പോകുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് സാറുമാർ പറഞ്ഞു തന്നെയാണ് ഗൈസ്. അല്ല, ട്യൂഷന് പോകണമെന്നല്ല, ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്താ ഗൈസ്. അപ്പോൾ ഗൈസ് അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഗൈസ്. In 1944, Howard Aikens, in collaboration with the engineers IBM, constructed large automatic electromechanic computers. Aiken machines called the Harvard Mark I, based on Babbage analytical engine, handled 23 decimal place numbers and could perform all 4 arithmetic operations. It was programmed to handle logarithm and trigonometric function using Mark 1. 2 numbers could be added in 3 to 6 seconds for input and output. It used paper type readers, card punched and typewriters. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവാർഡ് മാർക്ക് 1 എന്ന് പറഞ്ഞാൽ 1944 ഹൊവാർഡ് ഐക്കൻ IBM കമ്പനിയിലെ എഞ്ചിനീയർമാരുമായി ചേർന്ന് ഒരു വലിയ ഇലക്ട്രോമെക്കാനിക്കൽ കമ്പ്യൂട്ടർ നിർമ്മിച്ചു ഗൈസ്. ഈ യന്ത്രം ഹാർവാർഡ് മാർക്ക് 1 എന്നറിയപ്പെട്ടു. ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തനം ബാബേജിൻ്റെ അനലിറ്റിക്കൽ എഞ്ചിൻ്റെ ചൂട് പിടിച്ചായിരുന്നു. 23 സ്ഥാനങ്ങളുള്ള സംഖ്യകളുടെ 4 വശത്തിലുള്ള
ഗണിതക്രിയകൾ ചെയ്യാൻ ഈ യന്ത്രത്തിന് കഴിവുണ്ടായിരുന്നു. ലോഗരിതവും ത്രികോണമിതി ക്രിയകളും ചെയ്യാവുന്ന തരത്തിൽ ഈ യന്ത്രത്തെ പ്രോഗ്രാം ചെയ്തിരുന്നു. ത്രികോണമിതി ക്രിയകളും ചെയ്യാൻ തരത്തിൽ ഈ യന്ത്രത്തെ പ്രോഗ്രാം ചെയ്തിരുന്നു. മാർക്ക് 1 ഉപയോഗിച്ച്, മാർക്ക് 1 ആണോ ഐ ആണോ അതെന്തായാലും നിങ്ങൾ ടീച്ചറിനോടൊന്ന് ചോദിക്കണം ഗൈസ്. ഉപയോഗിച്ച് 2 സംഖ്യകൾ കൂട്ടാൻ ഏകദേശം 3 മുതൽ 6 സെക്കൻഡ് വരെ സമയമെടുത്തിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ യന്ത്രം പേപ്പർ ടൈപ്പ് റീഡർ, കാർഡ് പഞ്ച്, ടൈപ്പ് റൈറ്റർ എന്നിവ ഉപയോഗിച്ചിരുന്നു ഗൈസ്. അപ്പോൾ അതാണ് ഗൈസ് മാർക്ക് 1 ഗൈസ്. അപ്പോൾ അതാണ് ഗൈസ് മാർക്ക് 1 എന്ന് പറഞ്ഞ സംഭവം. ഇനി പറയാനാണെങ്കിൽ നെക്സ്റ്റ് ഭാഗം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ചെക്ക് യുവർ സെൽഫ്. ദ സമ്മേറിയൻ നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ദ സമ്മേറിയൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ഗൈസ് എനിക്ക്. സമ്മേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കണം. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം, അതും ടീച്ചറിനോട് ചോദിക്കണം ഗൈസ്. ഹൗ ഈസ് ദ 0 റെപ്രസെൻറ്റഡ് ഇൻ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം, ബാബിലോണിയൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടീച്ചറിനോട് ചോദിക്കണം. ഹൂ ഇസ് ദ ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്, അത് മറ്റേ പുള്ളിയാണ് ഗൈസ്. ദ കമ്പ്യൂട്ടിംഗ് മെഷീൻ ഡെവലപ്ഡ് ബൈ ബ്ലേസ് പാസ്കൽ ഈസ് നോൺ ആസ്, അത് നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കണം ഗൈസ്. അത് ചെക്ക് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കണം ഗൈസ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം ഗൈസ്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നല്ല ഗൈസ് അത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഗൈസ്. അപ്പോൾ ഇനി അടുത്തത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഗൈസ്. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, the evolution of computers started from 16th century, resulting today modern machine. It is distinguished into the 5 generation of computers, from the first programmable computer to the ones based on artificial intelligence. Each generation of computers is characterized by major technological development that fundamentally changed the way computers operate, resulting smaller, cheaper, more powerful, more efficient and reliable computing devices based on various stages of development. Computers can be divided into different generations. They are first generation computers, second generation computers, third generation computers, fourth generation computers, fifth generation computers. And the first generation computers 1914 ആണ് ഗൈസ്. അന്ന് തൊട്ട് 1956 വരെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. 1956, 1963, 1964, 1971, 1971 ടു പ്രസൻറ്റ്. അത് എന്താണെന്നറിയില്ല ഗൈസ്. പ്രസൻറ്റ് ആൻഡ് ബിയോണ്ടൊക്കെ എന്താണ് സംഭവം എന്നറിയില്ല, എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ട് ഗൈസ്. ബിയോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ നോക്കണം ഗൈസ്. അപ്പോൾ അതിൻ്റെ മേളത്തെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ താഴെ ഈ കൊടുത്തേക്കുന്ന പാരഗ്രാഫ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഗൈസ്. അതായത് 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം കുറിച്ച കമ്പ്യൂട്ടിംഗ് യന്ത്രങ്ങളുടെ ക്രമാനുഗതമായ വികാസമാണ് ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടറിൽ എത്തി നിൽക്കുന്നത്. ആദ്യത്തെ കമ്പ്യൂട്ടർ മുതൽ നിർമ്മിത ബുദ്ധിയുള്ള കമ്പ്യൂട്ടർ വരെ 5 തലമുറയായിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ പരിണാമം എഴുതപ്പെട്ടിരിക്കുന്നത്. ഓരോ തലമുറയും അതിൻ്റെ അടിസ്ഥാന യന്ത്ര ഘടകങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലമുറകൾ കഴിയുന്തോറും കമ്പ്യൂട്ടർ കൂടുതൽ ചെറുതും വില കുറഞ്ഞതും കൂടുതൽ ക്ഷമതയുള്ളതുമായി എന്നത് കമ്പ്യൂട്ടറിൻ്റെ പരിണാമത്തിലെ പ്രത്യേകതയാണ് ഗൈസ്. ഓക്കെ, പിന്നെ അതിൽ പറയുന്നത് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ ആസ്പദമാക്കി കമ്പ്യൂട്ടർ പരിണാമത്തിൻ്റെ വിവിധ തലമുറകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, അങ്ങനെയാണ് ഗൈസ് അത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ഇത്രയും ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ബൈഹാർട്ട് ചെയ്തിട്ടാണ് ഗൈസ് ഞാൻ നിങ്ങളോടത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ സാറുമാർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സിൽ പോകുന്നവർക്ക് ടീച്ചർ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്തത് എന്തൊക്കെയായിരുന്നു ഗൈസ്?
ഡിഫറൻസ് എൻജിൻ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡിഫറൻസ് എൻജിൻ, പിന്നെ അതേപോലെ തന്നെ അനലൈറ്റിക്കൽ എൻജിൻ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹോളറൈറ്റ് മെഷീൻ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ മാർക്ക് 1 അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗൈസ്, മാർക്ക് 1. പിന്നെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാം ഗൈസ്. ഇന്ന് വീഡിയോ കുറച്ച് ലെങ്ത് ആണ് ഗൈസ്, കൂടുതലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം ഗൈസ്. പിന്നെ എൻ്റെ ചാനൽ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. എസ്പെഷ്യലി +1 ഇനി ചേരാൻ പോകുന്ന പിള്ളേർക്കാണ് ഗൈസ് ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് ടീച്ചറിനോട് ഡൗട്ടുകൾ ചോദിക്കുക. പിന്നെ IBMൻ്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഇപ്പോൾ പഠിച്ചപ്പോൾ നോക്കിയപ്പോൾ, അത് അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാർക്ക് 1 ആണോ I ആണോ എന്ന് നിങ്ങൾ ചോദിക്കണം. പിന്നെ എന്തോ ഒരു പ്രൊനൗൺസിയേഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതും നിങ്ങൾ ചോദിക്കണം. അങ്ങനെ അത് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ചോദിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഗൈസ് നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതൊക്കെ തന്നെയായിരിക്കും ഗൈസ്. ഇനി അടുത്തത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പറഞ്ഞു നിർത്തിയല്ലോ, അവിടെ തൊട്ടുള്ള ബാക്കി കാര്യങ്ങൾ നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ ഈ ചാനൽ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം.